Welcome to Losimus. Today we can discuss about some points in Factories Act 1948. There are some important definitions in Factories Act which are repeatedly asked in our university examination. Okay, what is factory? Factory is defined in Section 2 Clause M in Factories Act 1948. What do you mean by factory? Factory means any premises including persons where 10 or more workers are working on any preceding 12 months. Where a manufacturing process is going on as well as it is with the aid of power. ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് ഒരു വിത്ത് ദ എയ്ഡ് ഓഫ് പവർ ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് 10 അതിൽ കൂടുതലോ വർക്കേഴ്സ് പോയ 12 മാസത്തിന് ഉള്ളിൽ ഏതെങ്കിലും ദിവസം നടന്നിട്ടുണ്ടെങ്കിൽ അതിനാണ് ഫാക്ടറി, ആ എസ്റ്റാബ്ലിഷ്മെൻറ്റിനാണ് ഫാക്ടറി എന്ന് പറയുന്നത്. ഇനി ഇത് വിത്തൗട്ട് ദ എയ്ഡ് ഓഫ് പവർ, ഇത് സെയിം തിങ്, വിത്തൗട്ട് ദ എയ്ഡ് ഓഫ് പവർ ആണ് എന്നുണ്ടെങ്കിൽ 20 ഓർ മോർ എംപ്ലോയീസ്, മോർ വർക്കേഴ്സ് വേണം ഒരു ഫാക്ടറി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫാക്ടറി ആവാൻ വേണ്ടിയിട്ട് 10 അതിൽ കൂടുതലോ എംപ്ലോയീസ് നേരത്തെയുള്ള 12 മാസങ്ങളിൽ, കഴിഞ്ഞുപോയ 12 മാസങ്ങളിൽ ഒരു ദിവസം, ഏതെങ്കിലും ഒരു ദിവസം വർക്ക് ചെയ്താൽ മതി. 10 ആണെന്നുണ്ടെങ്കിൽ വിത്ത് ഇലക്ട്രിസിറ്റി ഉണ്ടാവണം. 10 അല്ല 20 ഇലക്ട്രിസിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ 20 ആവണം. അപ്പോൾ ഇതാണ് ഈ ഫാക്ടറിയുടെ ഡെഫിനിഷൻ. ഫാക്ടറിയുടെ ഡെഫിനിഷൻ എങ്ങനെയാണ്? ഏത് ക്ലോസിലാണ് പറഞ്ഞിരിക്കുന്നത്? 2 Clause M-ലാണ് ഫാക്ടറിയുടെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് മാനുഫാക്ചറിങ് പ്രോസസ്? എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? മാനുഫാക്ചറിങ് പ്രോസസ് ഇസ് ഡിഫൈൻഡ് ഇൻ Section 2 Clause M. Manufacturing process is defined in Section 2 Clause from 2 Clause K, and factory is defined in Section 2 Clause M. What is a manufacturing process? It means a process. കുറേയുണ്ട്, അത് നിങ്ങൾ നോക്കിയാൽ മതി. It is a process in making, altering, repairing, ornamenting, finishing, packing, oiling, washing, cleaning. നമുക്ക് എന്ത് വേണമെങ്കിലും അതിനകത്ത് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. Breaking up, demolishing or otherwise treating or adopting any article or substance with a view to its use. എന്തിനൊക്കെയാണ്? ഇതിൻ്റെ ഒക്കെ തന്നെ യൂസ് അല്ലെങ്കിൽ സെയിൽ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഡെലിവറി അല്ലെങ്കിൽ ഡിസ്പോസൽ. അപ്പോൾ ഇത്രയും മാനുഫാക്ചറിങ് പ്രോസസ്സിനകത്ത് നമുക്ക്, ഇപ്പം നമ്മൾ എന്ത് കൺവേർട്ടസ് എഴുതിയാലും അതിനകത്ത് വന്നു എന്നുള്ളതാണ്. ദെൻ പമ്പിങ് ഓയിൽ, ദ പ്രോസസ് ഓഫ് പമ്പിങ് ഓയിൽ, പമ്പിങ് ഓഫ് വാട്ടർ, സീവേജ് ഓർ എനി അതർ സബ്സ്റ്റൻസ്. ഇനി ജനറേറ്റിംഗ്, എന്താണ്? ജനറേറ്റിംഗ് ഓർ ട്രാൻസ്ഫോമിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് പവർ. Then composing types of printing by letterpress, lithography, photograph or any other similar process, അല്ലെങ്കിൽ book binding. ഇനി constructing, repairing, finishing or breaking up ships or vessels. ഇനി preserving or storing any article in cold storage. ഇത് ഇത്രയാണ് മാനുഫാക്ചറിങ് പ്രോസസ്. ചിലപ്പോൾ ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതകളാണ്. അപ്പം നമ്മൾ 2 Clause M-നകത്ത് ഫാക്ടറീസ് വന്നു. 2 Clause K-ക്കകത്ത് എന്താണ്? മാനുഫാക്ചറിങ് പ്രോസസ്. നമ്മുടെ ടീച്ചർ പറയാറുണ്ടല്ലോ, കലഹം. ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു കലഹമാണെന്ന് വിചാരിച്ചാൽ മതി. 2 Clause K. ദെൻ വർക്കർ. 2 Clause L-ലാണ് വർക്കറിനെ ഡിഫൈൻ ചെയ്തത്. Worker is defined in 2 Clause L of Factories Act 1948. Who is a worker? Worker means a person employed directly
or by or through any agency including contractor, contractor ആവാം, contract work ആവാം, without the knowledge of the principal employer whether the remuneration or not in any match. ഇപ്പം എന്താണ്, റെമ്യൂണറേഷൻ കൊടുത്തോ കൊടുക്കാതെയോ പ്രിൻസിപ്പൽ എംപ്ലോയറുടെ നോളജ് ഇല്ലാതെയും വേണമെന്നുണ്ടെങ്കിൽ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ അത് അയാളെ എൻഗേജ് ചെയ്യിക്കാം. ഇനി in cleaning any part of machinery or premises used for the manufacturing process, and or in any other kind of work incident to or connected with or manufacturing process or the subject of the manufacturing process. അപ്പം ഏതെങ്കിലും ഇൻസിഡൻ്റലായിട്ടുള്ള ഒരു വർക്ക് അല്ലെങ്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക്, ഏതിനോട്, മാനുഫാക്ചറിങ് പ്രോസസ്സിന് കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ പെർവ്യൂവിനകത്ത്, അത് ആ സബ്ജക്റ്റിനകത്ത് വരുന്ന, മേളിൽ പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റിനകത്ത് വരുന്ന ഒരു വർക്കിൽ എംപ്ലോയി ചെയ്തിട്ടുള്ള ആളിനെയാണ് എന്താ വർക്കർ എന്ന് പറയുന്നത്. വർക്കർ ഈസ് ഡിഫൈൻഡ് ഇൻ 2 clause L ഓഫ് ഫാക്ടറീസ് ആക്ട് 1940. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഓക്യുപ്പയർ ആണ്. വർക്കർ ഈസ് ഡിഫൈൻഡ് ഇൻ 2 clause L. Manufacturing process is defined in 2 clause K, and factory is defined in 2 clause M. 2 clause M factory, manufacturing process is 2 clause K, worker is in 2 clause L, and occupier is in 2 clause N. But ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫാക്ടറി, വർക്കർ ആൻഡ് occupier. Who is an occupier? Occupier is defined in 2 clause N of Factories Act 1948. Occupier is a factory. Occupier of a factory means a person who has ultimate control over the affairs of the factory. The person who has control over the affairs of the factory. അതിൻ്റെ ഏറ്റവും എന്താണ്, ഉന്നതിയിൽ ഉള്ള, അത് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള കൺട്രോൾ ആരാണോ നടത്തുന്നത്, ആ ഫാക്ടറിയുടെ അത് ആരാണോ നടത്തുന്നത്, അതിൻ്റെ അഫയേഴ്സ് ആരാണോ കൺട്രോൾ ചെയ്യുന്നത്, അതിലെ ഏറ്റവും ഉന്നതനായ വ്യക്തിയാണ് ഓക്യുപ്പയർ എന്ന് പറയുന്നത്. പ്രൊവൈഡഡ് ദാറ്റ് ഇൻ ദ കേസ് ഓഫ് എ ഫേം ഓർ അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ്, ഒരു ഫേമോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പായിട്ടുള്ളതോ ഒരു അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ, എനി വൺ ഓഫ് ദ ഇൻഡിവിജ്വൽ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് ഓഫ് ദ അസോസിയേഷൻ, ഇൻഡിവിജ്വൽ പാർട്ട്നേഴ്സ് ഏതെങ്കിലും ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ അസോസിയേഷനിലെ ഏതെങ്കിലും ഒരു മെമ്പർ, അവരാണ് ഒക്യുപ്പറായിട്ട് കരുതുന്നത്. ഒക്യുപ്പറായിട്ട് കരുതുന്ന ആരെയാണ്? പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ എനി ഇൻഡിവിജ്വൽ മെമ്പർ, അസോസിയേഷൻ ആണെങ്കിൽ ഇൻഡിവിജ്വൽ പാർട്ട്ണർ, അസോസിയേഷൻ ആണെങ്കിൽ എനി മെമ്പർ. ദെൻ കമ്പനി ആണെങ്കിലോ, അപ്പം ഫേം ആണെങ്കിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു, അസോസിയേഷൻ ആണെങ്കിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനി ഡയറക്ടർ ആണെങ്കിൽ ഓക്യുപ്പയർ ഈസ് എനി വൺ ഓഫ് ദ ഡയറക്ടർ. ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്, ലോക്കൽ അതോറിറ്റി, ഇവരൊക്കെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് ഓർ ലോക്കൽ അതോറിറ്റി ആണ് എന്നുണ്ടെങ്കിൽ ഒക്യുപ്പയർ. ഹു ഈസ് ദ ഒക്യുപ്പയർ? Occupier is a person or persons appointed to manage the affairs of the factory. By that, the government or authority shall be deemed to be the occupier. അപ്പോൾ ഈ ആൾക്കാരെയാണ് എന്താണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ. സെൻട്രൽ ഗവൺമെൻറ് ഒരാളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവും, അത് ഒന്നാവാം, ഒരു പേഴ്സൺ ആവാം, പേഴ്സൺസ് ആവാം. സ്റ്റേറ്റ് ഗവൺമെൻറ് അതേപോലെ ഒന്നോ അതിൽ കൂടുതലും ആൾക്കാരെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫാക്ടറിയുടെ ഡെയിലി അഫയേഴ്സ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടാവാം. ഇനി അതുമല്ല, അടുത്തത് എന്താണ്? ലോക്കൽ അതോറിറ്റി ആണെങ്കിലും ഇതേപോലെ ചെയ്തിട്ടുണ്ടാവാം. ഇവരാണ് ഒക്യുപ്പയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒക്യുപ്പയർ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് കൺട്രോൾ എടുക്കാൻ ആ ഫാക്ടറിയുടെ ഡെയിലി അഫയേഴ്സിലെ അൾട്ടിമേറ്റ് കൺട്രോൾ എടുക്കാൻ പറ്റുന്ന ആളാണ്. അത് ഫേം ആണെന്നുണ്ടെങ്കിൽ എനി വൺ ഓഫ് ദി ഇൻഡിവിജ്വൽ പാർട്ട്ണറാണ്.
അസോസിയേഷൻ ആണെങ്കിൽ എനി മെമ്പർ ഓഫ് ദ അസോസിയേഷൻ ആണ്. കമ്പനി ആണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ഡയറക്ടേഴ്സ് ആണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി ആണെങ്കിൽ ഒന്നോ അതിലധികമോ ആൾക്കാരെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡെയിലി അഫയേഴ്സ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ആ ആൾക്കാരെയാണ് എന്താണ് ഓക്യുപ്പയറായിട്ട് കണക്കാക്കുന്നത്. അപ്പം നമ്മൾ നാല് ഡെഫിനിഷനാണ് പഠിച്ചത്. ഫാക്ടറി ഈസ് ഡിഫൈൻഡ് ഇൻ ടു ക്ലോസ് എം. Manufacturing process is defined in 2 clause K, and worker is defined in 2 clause L, and occupier is defined in 2 clause N. What are the duties of occupier? Duties of occupier section 7-ലാണ് duties of occupier പറയുന്നത്. എന്താണ് ഈ ഗവൺമെൻറ്റിലേക്ക്, ഈ അപ്രോപ്രിയേറ്റ് അതോറിറ്റിയിലേക്ക്, ചീഫ് ഇൻസ്പെക്ടറിലേക്ക് നോട്ടീസ് കൊടുക്കുക. നോട്ടീസ് ബൈ ദ ഒക്യുപ്പയർ ബിഫോർ യൂസിങ് ദ പ്രിമിസസ് ആസ് ഫാക്ടറി. ഫാക്ടറി ആയിട്ട് ആ പ്രിമിസ് ഉപയോഗിക്കുന്നതിന് മുമ്പ് നോട്ടീസ് കൊടുത്തിരിക്കണം. സെക്ഷൻ 7 ക്ലോസ് എമ്മിലാണ് പറയുന്നത്. ഒക്യുപ്പയർ ഷാൽ അറ്റ്ലീസ്റ്റ് 15 days before he begins to occupy or use the premise as a factory, shall send to the chief inspector in a written notice containing the particulars of the factory. ആ particulars എന്തൊക്കെയാണ്? 15 ദിവസം മുമ്പ്, ഇത് തുടങ്ങുന്നതിന് മുമ്പ് ചീഫ് ഇൻസ്പെക്ടറിന് നോട്ടീസ് കൊടുത്തിരിക്കണം. ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 7(1) പ്രകാരമാണ് കൊടുത്തിരിക്കേണ്ടത്. എന്തൊക്കെയാണ് അതിനകത്ത് വേണ്ടത്? 7(1)A മുതൽ 7(1)G വരെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? നെയിം ആൻഡ് സിറ്റുവേഷൻ ഓഫ് ദ ഫാക്ടറി, എവിടെയാണത് സ്ഥിതി ചെയ്യുന്നത്. ദെൻ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ഒക്യുപ്പയർ, ഒക്യുപ്പയറിൻ്റെ അഡ്രസ്സ്, അതായത് ഇത് കൺട്രോൾ ചെയ്യുന്ന ആരാണ്, അയാളുടെ അഡ്രസ് ടു വിച്ച് കമ്മ്യൂണിക്കേഷൻ ആർ ടു ബി സെൻറ്റ്. എന്താണ്, ഫാക്ടറിയിലേക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്രസ്സ്. ദ നേച്ചർ ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ്, അടുത്ത 12 മാസത്തിനുള്ളിൽ എന്തൊക്കെയാണ് അവിടെ നടത്തുന്നത്, മാനുഫാക്ചറിങ് പ്രോസസ് നടത്തുന്നതിനെ പറ്റിയുള്ള നേച്ചർ. ടോട്ടൽ റേറ്റഡ് ഹോഴ്സ് പവർ ഇൻസ്റ്റെയിൽഡ് ടു ബി ഇൻസ്റ്റെയിൽഡ്. അപ്പം ഫാക്ടറി നടത്താൻ പോകുന്നതേ ഉള്ളൂ, രജിസ്ട്രേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ, കമൻസ് ചെയ്തിട്ടില്ല അതിൻ്റെ ഓപ്പറേഷൻ, മാനുഫാക്ചറിങ് പ്രോസസ്സ് കമൻസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ടോട്ടൽ റേറ്റഡ് ഹോഴ്സ് പവർ ടു ബി ഇൻസ്റ്റെയിൽഡ് ഇൻ ഫാക്ടറി, അത് നോട്ടീസിനകത്ത് പറഞ്ഞിരിക്കണം. നെയിം ഓഫ് മാനേജർ ഇൻ ദ ഫാക്ടറി, നെയിം ഓഫ് ദ ഓണർ ഓഫ് ദ പ്രിമിസസ് ഓർ ബിൽഡിംഗ്. ഇപ്പോൾ റെൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഓണറുടെ അത് നെയിം വേണം. അപ്പോൾ ഇത്രയുമാണ് എന്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്, 7 clause 1A to G, particulars of the notice. അത് 15 ദിവസം മുമ്പ് ഈ ഒക്യുപ്പയർ ആണ് ആർക്ക് കൊടുക്കേണ്ടത്, ചീഫ് ഇൻസ്പെക്ടർക്ക് കൊടുക്കേണ്ടത്. ദെൻ അടുത്ത കാര്യം, ചേഞ്ച് ഇൻ പർട്ടിക്കുലേഴ്സ് ടു ബി നോട്ടീസ്ഡ്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന പർട്ടിക്കുലേഴ്സിനകത്ത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ വിത്തിൻ 30 daysനുള്ളിൽ അവിടെ അറിയിച്ചിരിക്കണം. ഇനിയും റെസ്പോൺസിബിലിറ്റി, വേറെ റെസ്പോൺസിബിലിറ്റി എന്താണ്, ചാപ്റ്റർ 3-കകത്ത് ഹെൽത്തിനെ പറ്റി, വർക്കേഴ്സിൻ്റെ ഹെൽത്തിനെ പറ്റി പറയുന്നുണ്ട്. അതെല്ലാം അതിൻ്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആരാണ്, ഒക്യുപ്പയർ ആണ്. അവരുടെ ഹെൽത്ത് ചാപ്റ്റർ 3-ൽ, ചാപ്റ്റർ 4-ലാണെങ്കിൽ അവരുടെ സേഫ്റ്റി, ചാപ്റ്റർ 5-ലാണെങ്കിൽ അവരുടെ വെൽഫെയർ, ചാപ്റ്റർ 6-ലാണെങ്കിൽ അവരുടെ വർക്കിംഗ് അവേഴ്സ്. ഇത്രയും കാര്യങ്ങളെ പറ്റിയുള്ള ഏറ്റവും പരമപ്രധാനമായ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്, അത് കംപ്ലയൻസ് ചെയ്തിരിക്കണം എന്നുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ്, ഒക്യുപ്പയർക്കാണ്. ഒക്യുപ്പയറാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. കൺട്രോൾ അറ്റ്മോസ്റ്റ് കൺട്രോളിംഗ് പവർ, ultimate controlling power vests in the occupier with regarding to the
ഡെയിലി അഫയേഴ്സ് ഓഫ് ഇൻ എ ഫാക്ടറി. അപ്പം അവരുടെ ഹെൽത്ത്, വർക്കേഴ്സിൻ്റെ ഹെൽത്ത് ആണെങ്കിൽ ചാപ്റ്റർ 3-കകത്ത്, ചാപ്റ്റർ 4-നകത്ത് സേഫ്റ്റി, ചാപ്റ്റർ 5-നകത്ത് വെൽഫെയർ ആൻഡ് ചാപ്റ്റർ 6-നകത്ത് വർക്കിംഗ് അവേഴ്സിനാണ്. ഇനി ഇതിൻ്റെ ഒരു 2-3 ലാൻഡ്മാർക്ക് കേസും കൂടെ പറയാം. അപ്പം അതിന് മുമ്പ് ഒന്നുകൂടെ പറയട്ടെ. ഒക്യുപ്പയർ മസ്റ്റ് എൻഷുർ ഹെൽത്ത്, സേഫ്റ്റി ആൻഡ് വെൽഫെയർ ഓഫ് ഓൾ വർക്കേഴ്സ് വൈൽ ദേ ആർ വർക്കിംഗ് ഇൻ ദ ഫാക്ടറി. ഇനി എൻ്റെ ലാൻഡ്മാർക്ക് കേസസുകൾ JK ഇൻഡസ്ട്രീസ് വേഴ്സസ് ചീഫ് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് 1996-ലെ കേസാണ്. എന്താ വന്നത്, എന്താണ് അതിനകത്ത് തീരുമാനം എന്തായിരുന്നു? ഇൻ കേസ് ഓഫ് എ കമ്പനി, one of the directors must be treated as an occupier and not any subordinate officer or manager. അത് എന്താണ്, ഡയറക്റ്റ് ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഡയറക്ടർ ആയിരിക്കണം നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്, മാനേജറോ സബോർഡിനേറ്റ് ഓഫീസറോ അല്ല അവിടെ ഒക്യുപ്പയർ ആയിട്ട് വരേണ്ടത്. എന്താണ് അതിൻ്റെ പ്രിൻസിപ്പിൾ, അങ്ങനെ പറയാനുള്ള പ്രിൻസിപ്പിൾ, റീസൺ, ആ ഡിസിഷൻ്റെ റീസൺ എന്താണ്, ഡിസിഷൻ എന്താണ്? അൾട്ടിമേറ്റ് കൺട്രോൾ റെസ്റ്റ് വിത്ത് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ലോ ഫിക്സസ് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ഓൺ എ ഡയറക്ടർ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയും അയാൾക്കുണ്ട്. മാനേജർക്കോ സബോർഡിനേറ്റ് ഓഫീസർക്കോ അല്ല, റെസ്പോണ്ടൻ്റെ സുപ്പീരിയർ ആണ് അല്ലേ, നമ്മൾ ഏറ്റവും മുകളിലുള്ള ആളാണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ JK ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് വേഴ്സസ് ചീഫ് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് 1966-ലെ കേസിനകത്ത് എന്താണ്, ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി, ദ ഓക്യുപ്പയർ ഷുഡ് ബി ആരായിരിക്കണം, ഡയറക്ടർ ഓഫ് ദ ഡയറക്ടേഴ്സ്. ഇനി അടുത്ത നോക്കാം. IOC ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് വേഴ്സസ് ചീഫ് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് 1998-ൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, എ ഡയറക്ടർ ഓഫ് എ കമ്പനി ഈസ് ദ ഒക്യുപ്പയർ ഇൻ സെക്ഷൻ 2 clause N clause 2. എ ഫാക്ടറി മാനേജർ ഓർ അതർ എംപ്ലോയി cannot be designated as an occupier. സെയിം. എന്താ കാര്യം, പ്രിൻസിപ്പിൾ അതാണ്, റീസൺ അതാണ്. ദ ഇന്റൻഷൻ ഓഫ് ദ ലെജിസ്ലേച്ചർ ഈസ് ടു മേക്ക് എ പേഴ്സൺ അറ്റ് ദ ടോപ്പ് ലെവൽ പേഴ്സണലി അക്കൗണ്ടബിൾ ഫോർ ദ കംപ്ലൈൻസ് അല്ലെ, റെസ്പോണ്ടന്റ് സുപ്പീരിയർ. ഇനിയും അടുത്തത് MC മേത്തയുടെ കേസിനകത്ത് നോക്കാം. MC മേത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഓയിൽ ആൻഡ് ഗ്യാസിനകത്ത് പറയുന്നത്, ദ ഒക്യുപ്പയർ ആൻഡ് ദ മാനേജ്മെന്റ് ഓഫ് ഹസാർഡസ് ഇൻഡസ്ട്രി ആർ അബ്സല്യൂട്ട്ലി liable for the harm resulting from the operations of such factories. അല്ലേ, നമുക്ക് ഓയിൽ ആൻഡ് ഗ്യാസ് ലീക്കിൻ്റെ ഫാക്ട്സും ഒക്കെ അറിയാം, സർക്കംസ്റ്റൻസസ് ഒക്കെ അറിയാം. അപ്പോൾ ആരാണ് അതിന് റെസ്പോൺസിബിൾ, അതിന് ഹാമിനുള്ള റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അതിന് അബ്സല്യൂട്ട് ലയബിൾ ആരാണ്? ഒക്യുപ്പയർ ആണ്. മാനേജ്മെൻറ്റ് ഓഫ് ഹസാർഡസ് ഇൻഡസ്ട്രി അവരാണ് അതിൻ്റെ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ആളാണ് ഒക്യുപ്പയർ ആയിട്ട് വെച്ചേക്കുന്നത്, അയാളാണ് അബ്സല്യൂട്ട്ലി ലയബിൾ. എന്താണ് അവിടെ പ്രിൻസിപ്പിൾ, എന്താണ്? റൂൾ ഓഫ് അബ്സല്യൂട്ട് ലയബിലിറ്റി ആയിരുന്നല്ലോ അവിടെ ഇത്. അപ്പോൾ ആ അബ്സല്യൂട്ട് ലയബിലിറ്റി ആർക്കാണ്? ഒക്യുപ്പയർ cannot escape from the liability by delegating, താഴേക്ക് കൊടുത്തിട്ട് ഡ്യൂട്ടി താഴേക്ക് കൊടുത്ത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്ത് അയാൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഭാവന നഗർ മുനിസിപ്പാലിറ്റി വേഴ്സസ് UOA. എന്താണ്? ദ മുനിസിപ്പാലിറ്റി ഓപ്പറേറ്റിംഗ് ഇറ്റ്സ് ഓൺ പവർ, മുനിസിപ്പാലിറ്റി ഓപ്പറേറ്റിംഗ് ഇറ്റ്സ് ഓൺ പവർ ഹൗസ് വാസ് ദ ഒക്യുപ്പയർ. റെസ്പോൺസിബിലിറ്റി കുഡ് നോട്ട് ബി ഷിഫ്റ്റഡ് ടു സബോർഡിനേറ്റ് എഞ്ചിനീയർ. അപ്പം ആ പവർ ഹൗസിൻ്റെ ഓപ്പറേഷൻ ആർക്കാണ്? മുനിസിപ്പാലിറ്റിക്കാണ്. അപ്പോൾ മുനിസിപ്പാലിറ്റിയാണ് അതിൻ്റെ ഒക്യുപ്പയർ, മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും ഉന്നതനായ വ്യക്തി. എന്താ അവിടെയും പ്രിൻസിപ്പിൾ ഇത് തന്നെയാണ്. ഇത്രയാണ് ആ ഒക്യുപ്പയർ. ഈ ഡെഫിനിഷനും ഇതും മിക്കവാറും ചോദിക്കുന്നതായതുകൊണ്ടാണ് ഇത് മാത്രമായിട്ടൊരു ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പം JK ഇൻഡസ്ട്രീസിലെ ഡയറക്ടറാണ് ഒക്യുപ്പയർ എന്ന് പറഞ്ഞു. IOCയിൽ എന്താണ്? പേഴ്സണൽ അക്കൗണ്ടബിലിറ്റി പറഞ്ഞു. MC മേത്ത എന്താണ്? അബ്സല്യൂട്ട് ലയബിലിറ്റി പ്രിൻസിപ്പിൾ ഇതിനകത്തുനിന്ന് ഒക്യുപ്പയർക്ക് മാറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഭവന നഗർ മുനിസിപ്പാലിറ്റിയുടെ കേസിനകത്ത് എന്ന് പറഞ്ഞു? കൺട്രോൾ ടെസ്റ്റ് ടു ഐഡൻറ്റിഫൈ. അപ്പം അതിൻ്റെ
ഒരു ടെസ്റ്റ് ടു ഐഡൻറ്റിഫൈ ഓക്യുപ്പയർ എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിളും വേണമെന്നുള്ള ആ ടെസ്റ്റും വേണമെന്നുണ്ടെങ്കിൽ ഭവനനഗർ മുനിസിപ്പാലിറ്റി കേസിനകത്ത് പറയാം. അപ്പം കഴിഞ്ഞു. എല്ലാവരും ഇത് ക്ലാസ് ഒന്ന് നന്നായിട്ട് കേൾക്കുക. അതേപോലെ തന്നെ കഴിയുന്ന അത്രയും പേര് സബ്സ്ക്രൈബ് ചെയ്യാനും നോക്കുക. ഓക്കെ, താങ്ക് യു.